സ അടുത്ത ശ്ലോകങ്ങളുടെ അർത്ഥം നോക്കാം. സഹസ്രവദന തുമാരോ ജസ് ഗാവേം അസുകഹി ശ്രീപതി കണ്ഡലഗാവേം. ഇതിൻ്റെ അർത്ഥം 1000 മുഖങ്ങളോട് കൂടിയ അനന്തൻ എപ്പോഴും ഹനുമാൻ സ്വാമിയുടെ മഹിമയെ പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ശ്രീരാമൻ അങ്ങയെ ആലിംഗനം ചെയ്തത്. വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ 1000 മുഖങ്ങളുള്ള ആദിശേഷന് പോലും ശ്രീ ഹനുമാൻ സ്വാമിയുടെ കീർത്തി വർണ്ണിച്ചിട്ട് മതി വരുന്നുണ്ടായില്ല. ഹനുമാൻ സ്വാമിയുടെ വൈഭവം എന്ന് പറയുന്നത് വളരെ അനശ്വരമാണ്. അതിന് പൂർണ്ണമായിട്ടും വർണ്ണിക്കാൻ വാക്കുകൾ അപര്യാപ്തമായിരുന്നു. ഈ വാസ്തവം സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ശ്രീരാമൻ വളരെയധികം സ്നേഹത്തോടെയും പ്രേമത്തോടു കൂടിയും ഹനുമാനെ കെട്ടിപ്പിടിക്കുന്നത് ഈ നിമിഷം ഹനുമാന്റെ ജീവിതത്തിലെ ഏറ്റവും മഹനീയമായ മുഹൂർത്തമായാണ് കണക്കാക്കുന്നത്. ഇതിലും വലിയൊരു സൗഭാഗ്യം ശ്രീ ഹനുമാൻ സ്വാമിക്ക് ലഭിക്കാനില്ല എന്ന രീതിയിലാണ് ഹനുമാൻ സ്വാമി ഇരുന്നത്. നമ്മളെ സംബന്ധിച്ചും ഇതൊരു വെളിപാടാണ് കേട്ടോ. നമ്മുടെ അതായത് ഭഗവാന്റെ ഭക്തൻ എന്ന് പറയുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിച്ചാലും ഭഗവാനെ കാണുന്നത് ആ കർമ്മങ്ങളിലല്ല, മറിച്ച് ഭക്തൻ്റെ ഭക്തിയുടെ വിശുദ്ധി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഭഗവാനെ കാണുമ്പോഴാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഹനുമാൻ ചെയ്തിട്ടുള്ള ധീരകൃത്യങ്ങൾ എണ്ണമറ്റതാണ് എങ്കിലും അതിലൊക്കെ ഉപരി അവിടുത്തെ വിനയമാണ് ഏറ്റവും കൂടുതൽ തിളങ്ങുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഹൃദയ നൈർമല്യവുമാണ്. തൻ്റേതായിട്ട് ഒരു അവകാശവാദവും എപ്പോഴും ഉന്നയിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അദ്ദേഹം. അപ്പോൾ ആ സമർപ്പണത്തോടുകൂടി ശ്രീരാമനെ പ്രാർത്ഥിച്ചപ്പോൾ ശ്രീരാമൻ ഏറ്റവും അധികം ആകൃഷ്ടനായി. അതുകൊണ്ടാണ്. അപ്പോൾ ഹനുമാൻ്റെ കീർത്തി എന്ന് പറയുന്നത് ലോകമെങ്ങും എപ്പോഴും കാലങ്ങളോളം നിലനിൽക്കും എന്നുള്ളതാണ്. ഹനുമാൻ്റെ ഈ മഹിമ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അതല്ല, മറിച്ച് തൻ്റെ ഉള്ളിൽ വിളങ്ങുന്ന രാമ തേജസ്സിൻ്റെ പ്രതിഫലമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഹനുമാനെ സ്മരിക്കുമ്പോഴെല്ലാം ശ്രീരാമസ്വാമിയെയാണ് നമ്മൾ നമിക്കുന്നത്. ഹനുമാൻ്റെ കീർത്തനങ്ങൾ നമ്മൾ പാടുമ്പോൾ നമ്മൾ ശ്രീരാമൻ്റെ മഹിമയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അടുത്ത ശ്ലോകം സനകാദി ബ്രഹ്മാദി മുനീസ നാരദ സാരദ സഹിത അഹീസ. ഇതിൻ്റെ അർത്ഥം സനകനും മറ്റു മഹർഷിമാരും ബ്രഹ്മാവിനോടും നാരദനോടും സരസ്വതി ദേവിയോടും ശേഷനാഗത്തോടുമൊപ്പം അങ്ങയെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് ഹനുമാനെ ആരാധിക്കുന്നത് ഭൂമിയിലെ ഭക്തജനങ്ങൾ മാത്രമല്ല, ഉയർന്ന ലോകങ്ങളിൽ അധിവസിക്കുന്നവരും ഹനുമാനെ ആരാധിക്കുന്നുണ്ട്. സനകനും സഹോദരന്മാരും അമരന്മാരായ മഹാഋഷികളാണ്. അതുപോലെ ബ്രഹ്മലോക സൃഷ്ടാവാണ് അവർ. നാരദൻ മഹാഭക്തനാണ്. എല്ലാ അറിവിൻ്റെയും അതിദേവതയാണ് സരസ്വതി ദേവി. ഈ പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന ശേഷനാഗം എന്നു പേരുള്ള അനന്തനും ശ്രീ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുകയാണ്. അവരെല്ലാവരും ശ്രീ ഹനുമാൻ സ്വാമിയുടെ മഹാത്മ്യം നിരന്തരം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മുകളിൽ നമ്മളിങ്ങനെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളവരുടെ എല്ലാ ശക്തിവിശേഷങ്ങളും ഹനുമാനിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. എല്ലാ വായുദേവൻ്റെയും സരസ്വതി ദേവിയുടെയും സനകാദി ബ്രഹ്മാദി മുനികളുടെയും ഋഷിമാരുടെയും എല്ലാ ശക്തികളും ശ്രീ ഹനുമാൻ സ്വാമിയിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിവൈഭവം, സരസ്വതി ദേവിയുടെ ജ്ഞാനശക്തി, നാരദൻ്റെ ഭക്തിഭാവം, ആദിശേഷൻ്റെ സഹനശേഷി, ഇതെല്ലാം തന്നെ ഹനുമാനിൽ പൂർണ്ണമായിട്ട് പ്രകാശിച്ചു നിൽക്കുകയാണ്. മഹത്തായ ദൈവഗുണങ്ങളുടെ ഉടമകളായിട്ടുള്ള ഈ ദിവ്യാത്മാക്കൾ തന്നെയാണ് ഹനുമാൻ്റെ ഗുണവിശേഷങ്ങളെ പ്രശംസിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭൂമി, സ്വർഗം, പാതാളം എന്നീ 3 ലോകങ്ങളിലും നമ്മുടെ ഹനുമാൻ ആരാധ്യനാണ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിമഹാത്മ്യം പൂജനീയമാണ്. ഭക്തി, വിനയം, സേവനം മുതലായവയുടെ പൂർണ്ണതയാണ് നമ്മൾ ഹനുമാനിൽ കാണുന്നത്. അതുതന്നെയാണ് നമ്മൾ ഓരോരുത്തരും സ്വന്തം ജീവിതത്തിലും പകർത്താൻ ശ്രമിക്കേണ്ടത്. അടുത്ത ശ്ലോകം യമകുബേരദിക് പാല ജഹാംതേ കബിക്കോപിത് കഹി സഗേ കഹാംതേ. ഇതിൻ്റെ അർത്ഥം യമനും കുബേരനും ദിക്പാലകന്മാർ പോലും അങ്ങയുടെ മഹാത്മ്യം വർണ്ണിക്കാനാവാതെ വിവശരാകുന്നു. കവികളുടെയും പണ്ഡിതന്മാരുടെയും സ്ഥിതിയും അതുതന്നെയാണ്. യമൻ മൃത്യുവിൻ്റെ ദേവനാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ഭാഗതയും അറിയുന്നവനാണ് യമദേവൻ. യമനും മാരുതിയുടെ മഹത്വം അളക്കാനായിട്ടുണ്ടായില്ല.
കുബേരൻ ധനത്തിൻ്റെ അതിദേവനാണ്, അളവറ്റ സ്വത്തുക്കളുടെ അധിപനുമാണ്. കുബേരനും സാധിക്കുന്നില്ല ഹനുമാന്റെ മൂല്യം നിർണ്ണയിക്കാൻ. ദിക്പാലകന്മാർ ഈ പ്രപഞ്ചം മുഴുവനും കാവൽക്കാരാണ്. ഹനുമാന്റെ സിദ്ധികളുടെ വ്യാപ്തി നിശ്ചയിക്കുന്നതിൽ അവരും നിസ്സഹായരാണ്. അലൗകിക ശക്തിയുള്ള ദേവന്മാർ പോലും ഹനുമാന്റെ മഹിമ വർണ്ണിക്കാനാവാതെ പരിങ്ങി നിൽക്കുമ്പോൾ കവികളുടെയും വിദ്വാൻമാരുടെയും കാര്യം എന്തു പറയാനാണ്? നമ്മുടെ ബുദ്ധിക്കും ഭാഷയ്ക്കും ധാരണയ്ക്കുമൊക്കെ അപ്പുറത്താണ് ഹനുമാന്റെ മഹത്വം. നമുക്ക് അപഗ്രന്ഥിച്ചിട്ട് അറിയാനുള്ളതല്ല അവിടുത്തെ ജീവിതം. ഭക്തിപൂർവ്വം അവിടുന്ന് സഞ്ചരിച്ച വഴികളിലൂടെ സഞ്ചരിക്കാനായി ഒന്ന് ശ്രമിച്ചു നോക്കാനാണ് നമുക്ക് പറ്റുള്ളൂ. അവിടുത്തെ ശക്തി അളക്കാൻ ശ്രമിക്കുന്തോറും നമുക്ക് ബോധ്യമാകുന്നത് അത് സാധ്യം അല്ലെങ്കിൽ അതിരറ്റതും അതിമൂല്യവുമാണ് അവിടുത്തെ പ്രകൃതി എന്നാണ്. ഭക്തി എന്നത് ബുദ്ധിയുടെ പരിധിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് ഈ ഹനുമാൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഹനുമാൻ സ്വാമിയുടെ ഈ കവിതകളും ഈ ഹനുമാൻ ചാലീസയൊക്കെ പാടി പുകഴ്ത്തുമ്പോൾ അതൊരു പ്രദർശനമല്ല, അത് ഭക്തിപൂർവ്വം നടത്തുന്ന ഒരു സമർപ്പണമാണ്. അവിടുത്തെ മഹിമ വർണ്ണിച്ച് പാടാനുള്ളതല്ല, നമുക്ക് ഹൃദയം കൊണ്ട് അനുഭവിച്ച് അറിയാനുള്ളതാണ്. അടുത്ത ശ്ലോകം. തുമ ഉപകാര സുഗ്രീവഹി കീൻഹ രാമമിലായി രാജപദ ദീൻഹ. ഇതിൻ്റെ അർത്ഥം, അങ്ങ് സുഗ്രീവന് വലുതായ ഉപകാരം ചെയ്തു. അവിടെ നിന്നാണല്ലോ സുഗ്രീവനെ കൊണ്ട് ശ്രീരാമനുമായി സഖ്യം ചെയ്യിച്ചത്. അങ്ങനെ സുഗ്രീവന് നഷ്ടപ്പെട്ട രാജപദവി വീണ്ടും ലഭിച്ചു. ഹനുമാന്റെ സേവനം ശ്രീരാമനും സീതാദേവിക്കും വേണ്ടി മാത്രമായിരുന്നില്ല, എല്ലാവരെയും ശ്രീ ഹനുമാൻ സ്വാമി സഹായിച്ചിട്ടുണ്ടായിരുന്നു. സുഗ്രീവൻ്റെ ജീവിതത്തിലും ഒരുപാട് പ്രതീക്ഷകൾ നൽകി വെളിച്ചം പരത്തി അദ്ദേഹം കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. രാജ്യം നഷ്ടപ്പെട്ട് ജ്യേഷ്ഠനായിട്ടുള്ള ബാലിയെ ഭയന്നിട്ട് നിരാശയിലായി കഴിയുന്ന സുഗ്രീവനെ ഹനുമാൻ വളരെയധികം ചേർത്ത് നിർത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഹനുമാൻ സുഗ്രീവനെ ശ്രീരാമനുമായിട്ട് ബന്ധിപ്പിച്ചു. അതുവഴി അദ്ദേഹത്തിന് തൻ്റെ നഷ്ടപ്പെട്ട സിംഹാസനമൊക്കെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായി. ഹനുമാന്റെ അനുകമ്പയുള്ള ഒരു ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഈ സുഗ്രീവനോടുള്ള ഹനുമാന്റെ സമീപനം എന്ന് പറയുന്നത്. താൻ ശ്രീരാമഭക്തനാണ് എന്നുള്ളതിൽ മാത്രം അവിടുന്ന് തൃപ്തിയടയുന്നില്ല, എല്ലാവരെയും ആ പാദകമലങ്ങളിൽ എത്തിച്ചേരണമെന്ന് ഹനുമാൻ സ്വാമി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഹനുമാൻ നമ്മളെ ഈശ്വരനുമായി കോർത്തിണക്കുന്നു, നമുക്ക് വേണ്ടി ഇടപെടുന്നു, ഈശ്വരൻ്റെ കാരുണ്യം നമ്മളിലേക്കും ഒഴുകിയെത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും കൂടിയാണ് ശ്രീ ഹനുമാൻ സ്വാമി ചെയ്യുന്നത്. നമ്മുടെ കർമ്മഭാരത്താൽ വീർപ്പം വിട്ടുന്ന ക്ലേശിക്കുന്ന നമ്മുടെയൊക്കെ ജീവനെയാണ് സുഗ്രീവൻ പ്രതിനിധാനം ചെയ്യുന്നത്. ഹനുമാൻ്റെ കൈപിടിച്ച് നമ്മൾ ശ്രീരാമസന്നിധിയിലേക്ക് എത്തണം. അപ്പോൾ ശ്രീ ഹനുമാൻ സ്വാമി നമ്മുടെ ഗുരുവിന് തുല്യമാണ്. ഹനുമാൻ സ്വാമിനെ ഗുരുവായി കണ്ട് ഹനുമാൻ സ്വാമിയുടെ കൈ പിടിച്ച് നമുക്ക് ശ്രീരാമൻ്റെ സന്നിധിയിൽ എത്തിച്ചേരണം. അവിടുത്തെ കൃപ നമ്മളിലോട്ട് എത്തണം. നമുക്ക് രാമപാദങ്ങളിൽ അഭയം തേടണം. നമ്മുടെ ശരിയായ സ്വരൂപം നമുക്ക് കൈവരിക്കണമെങ്കിൽ നമ്മൾ രാമപാദം തേടുക തന്നെ വേണം. അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. തുമിരോ മന്ത്ര വിഭീഷണമാന ലങ്കേശ്വര ഭയ സബജഗ ജാന. ഇതിൻ്റെ അർത്ഥം, അങ്ങയുടെ ഉപദേശം വിഭീഷണൻ സ്വീകരിച്ചു, അങ്ങനെ അദ്ദേഹം ലങ്കാധിപനായി തീർന്നു എന്ന് ലോകം മുഴുവനും പ്രസിദ്ധമാണ്. ലങ്കയിൽ രാക്ഷസന്മാരുടെ കൂട്ടത്തിൽ കഴിയുന്ന വിഭീഷണൻ്റെ ഭക്തിയും വിശ്വാസവും ഹനുമാൻ കണ്ട മാത്രയിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു. വിഭീഷണൻ രാവണൻ്റെ സഹോദരനാണെങ്കിലും അതീവ ഭക്തനായിരുന്നു. തന്നെ ഭഗവാൻ കൈക്കൊള്ളുമോ എന്ന് വിഭീഷണന് വളരെ ഭയമുണ്ടായിരുന്നു. എന്നാൽ ഹനുമാൻ അദ്ദേഹത്തിന് വേണ്ട ഉറപ്പ് കൊടുത്തു. ഭയപ്പെടേണ്ട, വിശ്വാസപൂർവ്വം ശ്രീരാമന് മുമ്പിൽ കീഴടങ്ങുക, അവിടുന്ന് താങ്കളെ കൃപാപൂർവ്വം ആശ്ലേഷിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഹനുമാന്റെ ഉപദേശപ്രകാരം വിഭീഷണൻ പ്രവർത്തിച്ചു. ശ്രീരാമന്റെ അനുഗ്രഹത്തോടെ വിഭീഷണൻ ലങ്കയിലെ രാജാവായും തീർന്നു. ഹനുമാൻ നൽകിയ മാർഗനിർദ്ദേശം വിഭീഷണന്റെ ജീവിതഗതിയെ തന്നെ മാറ്റിമറിക്കുകയാണ് ചെയ്തത്.
ജീവിതത്തിൽ വിശ്വാസം പുലർത്താൻ ഹനുമാൻ വഹിക്കുന്ന പങ്ക് ഈ വരികളിൽ നമുക്ക് തെളിഞ്ഞു കാണാം. എല്ലാം തികയുന്നതുവരെ കാത്തു നിൽക്കേണ്ടതില്ലെന്ന് ഹനുമാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കാലവും സമയവും നോക്കേണ്ട, എങ്ങനെയാണോ അങ്ങനെ നമുക്ക് ഭഗവാനെ സമീപിക്കാം. ഭക്തനിൽ ഇന്ന ഇന്ന യോഗ്യതകളൊക്കെ വേണം എന്നൊന്നും ഈശ്വരൻ നിർബന്ധം പിടിക്കുന്നില്ല. അവിടുന്ന് ആവശ്യപ്പെടുന്നത് ഹൃദയശുദ്ധി മാത്രമാണ്. സമർപ്പണത്തിൻ്റെ ആദ്യത്തെ ചുവട് വയ്ക്കാനുള്ള ധൈര്യം ഹനുമാൻ നമുക്ക് പ്രദാനം ചെയ്യുന്നു.